കട്ടക്കലിപ്പൻ പോലീസിന്റെ മുറപ്പെണ്ണ്. രചന റിഫ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. എടാ കിച്ചു, നീ എപ്പോഴാണ് നാട്ടിൽ വരിക? അമ്മ പുതിയ സ്റ്റേഷൻ കിട്ടണ്ടേ? ഈ അമ്മ. ശരി, ഞാൻ വെക്കുക അമ്മ, തിരക്കാ. ആ സർ, മേ കമ്മിങ്? യെസ്. അവന് ഗാംഭീര്യമുള്ള ശബ്ദത്തോടെ മുഴങ്ങി. സർ, എന്താ കാര്യം? സർ, നമ്മുടെ ഏരിയയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അതിന്റെ പ്രതിയെ കണ്ടുപിടിക്കണം. ആക്ച്വലി ഗൂഗിൾ, ഇത് എനിക്കുള്ള വർക്കല്ല, ഇനി ഇവിടുന്ന് പുതിയ എസ് ഐക്കുള്ളതാ. സർ. അയാളുടെ ശബ്ദമിളറി, കണ്ണുകൾ നിറഞ്ഞു. ഗോകുൽ, നീ എന്തിനാ കരയുന്നേ? അത് സർ, സാറ് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാ. സാർ പോവാന്ന് വെച്ചാ? അയ്യോ, അങ്ങനെ പറയില്ല ഗോകുൽ. ഐ വിൽ ബി ഇൻ ടച്ച് വിത്ത് യു. സാർ അതൊക്കെ പറയും, പിന്നെ സാറിന്റെ പൊടി പോലും കാണില്ല. എടാ ഗോകുലെ, ഒന്നും പറയണ്ട. അതും പറഞ്ഞ ഗോകുൽ ഡോറിന്ന് പോയി. ഹലോ, ഡാ സച്ചി, ഡാ കിച്ചു, നീ എന്നാടാ വരുന്ന അങ്ങ് മലതെണ്ടി? തെണ്ടിയോ? അല്ല, താണ്ടി. എടാ, ഞാനൊരു വീക്കിനുള്ളിൽ വരും. ചുമ്മാ പറയടാ. സത്യം, ആഫ്റ്റർ 5 years എന്റെ കരളിന്റെ കഷ്ടമായ മിസ്റ്റർ കാർത്തിക് സായി വരികയായി. ഡാ എന്താടാ മുത്ത്, ഒരാവേശത്തിൽ പറഞ്ഞ? ഞാനൊന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ എന്നെ ചുമരിന്ന് വടിച്ചെടുക്കേണ്ടി വരും. എന്താടാ, നിനക്ക് പണ്ടേ ദേഷ്യത്തിന് കയ്യും കാലം വെച്ചവനാ, പിന്നെ പോലീസും പറയണ്ട. ഡാ വല്ലാതെ കെയർലേ. കണ്ടോ, ഇതാണ് കിച്ചൂസ് ഞാൻ പറഞ്ഞ്. ഐ വാണ്ട് ടു ബി കെയർഫുൾ. ഏതായാലും ഞാൻ നിന്റെ അമ്മയോട് പറയാം. എടാ, ഞാനൊരു സർപ്രൈസ് ആക്കിയാലോ? വേണ്ടടാ. എന്താ? അതിന് ആർക്കും നിന്നെ തിരിച്ചറിയില്ല. വൈ മാൻ? ബിക്കോസ് എല്ലാവരും നിന്നെ 5 years ശേഷം കാണുകയല്ലേ. ഓഹ്, അത് നല്ലൊരു ഇതാണ്. ശരിയാ സച്ചി. നീ നിത്യ, നിനക്കിന്നെന്താ ഇത്ര സന്തോഷം? എന്താ പറയുക വൈശു? അല്ലെങ്കിൽ എന്നോടൊന്നും ഇപ്പൊ പറയുന്ന ശീലമല്ലോ മിസ്റ്റർ നിത്യാമേനോന്. പൊടി, എന്നാ പറ. അതോ, ഓ ക്യൂരിയസിറ്റി കൂട്ടാപ്പെണ്ണി, നീ കാര്യം പറ. എന്റെ കട്ടക്കലിപ്പം പോലീസ് വരുന്നുണ്ട്. ആര്? കാർത്തിയോ? യെസ് വൈശു. എന്നുവെച്ചാ? ആദ്യടി വീട്ടിൽ ഉത്സവമല്ല 5 വർഷം കഴിഞ്ഞ്. ആദ്യടി വീട്ടിൽ ഉത്സവ 5 വർഷം കഴിഞ്ഞ് വരില്ലേ? അപ്പൊ എന്ത് കല്യാണം? പോടി, അയാൾ എന്നെ മുഖത്ത് പോലും നോക്കില്ല. എന്നിട്ടല്ലേ? അതൊക്കെ ശരിയാക്കാം. വാ, ക്ലാസ് തുടങ്ങാനായി. സോ എവരിവൺ, ദിസ് ഈസ് മൈ ലാസ്റ്റ് ഡേ ആൻഡ് ലാസ്റ്റ് മൊമെന്റ് വിത്ത് യു. സോ എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും ഫോൾട്ട് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ബൈ എന്ന് പറഞ്ഞ് ഞാൻ തൊപ്പിയിൽ ടേബിൾ വെച്ച് പുറത്തേക്ക് നടന്നു. കാർത്തി, കോൾ മീ സർ. ഒന്ന് പോടാ, ഇവിടുന്ന് തൊപ്പിയൂരില്ലേ. സോ നിന്നെ സാറൊന്നും വിളിക്കണ്ട. ഗോകുൽ, പോവാടാ. കാർത്തി, ഐ മിസ് യു ഡാ. ഗോകുൽ കാർത്തിയെ കെട്ടിപ്പിടിച്ചു. വിടറ, സത്യം പറഞ്ഞ നീ എന്റെ പെർഫ്യൂം നീ എടുത്തില്ലേ? അത് പിന്നെ നിന്റെ ഓർമ്മയ്ക്ക്. ഓർമ്മ എന്നോക്കെ. ഞാൻ പോവാ, തിരികെ വരും നിന്നെ കാണാൻ. ഞാനും വരടാ നിന്നെ കാണാൻ. ശരിയടാ. എടാ, ഞാനിവിടെ സെക്കൻഡ് കമ്പാർട്ട്മെന്റിലുണ്ട്. നീ എവിടെയാ? നിന്റെ ഷർട്ടിന്റെ കളർ ഏതാ കിച്ചു? ബ്ലാക്ക്. ഡാ എന്തേ? നീ ഒന്ന് തിരിഞ്ഞേ. കിച്ചു ബായ്. സച്ചിയുടെ ഓട്ടമായിരുന്നു. അരെ ബായ്, ലുക്കായല്ലോ. പോടാ, നീ ആകെ മാറി. വാ, അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. കാർത്തിക, കിച്ചുവിന്റെ സിസ്റ്റർ. അമ്മൂന്ന് മാത്രമല്ല, നിത്യ. അങ്ങനെ കുറെ പേരുണ്ട് അവൾക്ക്. നിത്യയുടെ പേര് കേട്ടതും അവന് മുഖം മാറുന്ന കണ്ട് സച്ചി പറഞ്ഞു. അല്ല കിച്ചു, ഞാൻ അറിയാണ്ട് ചോദിക്കാം, നിനക്ക് അവളോട് എന്താ അത്ര വൈരാഗ്യം? അതെന്തായാലും നിനക്കെന്താ? ഓ, വെറുതെ ചോദിച്ചാ. മോളെ നിച്ചു, നീ സാന്ദ്രേച്ചിയുടെ വീട്ടിലേക്കില്ലേ? ആ അമ്മ, ദാ വരുന്നു. അവൾ കണ്ണാടിയിൽ തന്നെ അടിമുടി നോക്കി. പെർഫെക്റ്റ് ഒരു ബ്ലാക്ക് വീനൊക്കെ ഓപ്പൺ ടോപ്പായിരുന്ന വേഷം. ചേട്ടൻ പോയോ? ഇല്ല, നമ്മളെ കാത്തിരിക്കാം. വാ. ആ മേനോന് കയറിയിരിക്കും. കിച്ചുമ വന്നോടാ. ആ കുളിക്കാൻ കയറിക്കുവാ. അതിനു മുമ്പ് നിച്ചുവും സന്ധിനി അകത്തേക്ക് പോയിരുന്നു. നിത്യേച്ചി നിച്ചുവിനെ കണ്ടതും അമ്മ അവളെ വലിച്ചുകൊണ്ടുപോയി. എന്താ പെണ്ണിത്, വിട്. അതില്ലേ, എന്റെ ചേട്ടൻ അപാര ലുക്കായിട്ടുണ്ട്. അതിന് എന്ത്? നിങ്ങളെല്ലേ കിട്ടുന്നെന്ന് ആലോചിക്കുമ്പോ ഒരു തൃപ്തി കിട്ടുന്നില്ല. ആ ശരിയാമോ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് ഞാൻ ചേരില്ല. പിന്നെ ചേട്ടൻ എന്നെ ഇഷ്ടമല്ല. അയ്യേ, എന്റെ നാത്തുവിന് സങ്കടമായോ? ഞാൻ വെറുതെ അറിഞ്ഞല്ലേ. ചുമ്മാ അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. അവൾ സങ്കടം മറച്ചു വെച്ച് ചിരിച്ചു. ഡാ കിച്ചു, നീ എന്താ ടോയ്ലറ്റിൽ പ്രസവിക്കാൻ പോയേക്കാണോ? എത്ര നേരമായടാ? ചെക്കൻ ടോയ്ലറ്റിൽ പോയിട്ട് കുറെ നേരമായി. ഈ സാധനം മനുഷ്യനെ കുളിക്കാനും സമ്മതിക്കൂല. എന്താടാ? സച്ചി അവരെ നോക്കി വിളിച്ചു. എന്താ അവന്റെ ഇളി? വാ, താഴെ എല്ലാവരും നോക്കിയിരിപ്പുണ്ട്. നിത്യയും അവസാനത്തേത് ഒരു ഓളത്തിലാണ് സച്ചി പറഞ്ഞതേ ചെക്കന് ഓർമ്മയുള്ളൂ. തലവഴി എന്തോ വന്നു. ശിവനേ. അവന് കുടിക്കാൻ കൊടുത്ത ചായയുടെ ബാക്കി ഒരുവിധം കഴുകി രണ്ടൊപ്പം താഴേക്ക് ഇറങ്ങി വരുന്നവരെ നിമിഷം നീച്ചു കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ഡ്രീം ചെയ്ത താടിയും കട്ടിമീശയും വെളുത്തവന്റെ മുഖത്ത് നന്നായി കാണാമായിരുന്നു.
ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് വേഷം. മുഖത്ത് പണ്ടത്തെ ഗൗരവം തന്നെ. കിച്ചു ഡാ അതാ നിത്യ. സച്ചി പറഞ്ഞതും ഒരു വേള അവന്റെ കണ്ണുകൾ അവിടേക്ക് ചലിച്ചു. അവളെ കണ്ടത് അവന്റെ കണ്ണുകൾ വിടുന്നു. പക്ഷെ അത് മറച്ചു വെച്ച് കലിപ്പുലുക്ക് വിട്ടു. അവന്റെ നോട്ടം കണ്ടതും അവൾ പതർച്ച മറച്ച് നോട്ടം മാറ്റി. വാ മക്കളെ കഴിക്കാം. ആരിത്? ഭവ്യമോളോ? ആ പേര് കേട്ട് നിശ്ചുവിന്റെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി. അവൾ അമ്മുവിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. കാർത്തിയേട്ടന്റെ ക്രഷൊന്നും അവളല്ലേ നിത്യേച്ചി? അതൊക്കെ അന്ന്, ഇപ്പൊ അതൊക്കെ പോയി കാണും. അല്ല അമ്മു, അയൽവാസിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും ചേട്ടനെ വളക്കാൻ. എന്താ അമ്മു? ഏയ് ഒന്നില്ല അമ്മേ. കിച്ചുവിനെ കണ്ടതും ഭവ്യയുടെ കണ്ണുകളിലെ തീപ്പൊരി നിച്ചുവിന്റെ ഹൃദയത്തിലാണ് കത്തിയത്. ഭവ്യ നേരെ പോയി കിച്ചുവിന്റെ അടുത്തിരുന്നു. ഹായ് കിച്ചേട്ടാ. ഹായ് ഭവ്യ. നിങ്ങൾ ആകെ മാറിയല്ലോ. നീ കഴിക്കും, എന്നിട്ട് സംസാരിക്കാം. എല്ലാവരും ഫുഡ് കഴിച്ചു. വലിയവർ വേറെ റൂമിലും ബാച്ചിലേഴ്സ് വേറെ റൂമിലും കൂടി. അപ്പൊ കിച്ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു 5 വർഷത്തെ പോലീസ് ജീവിതം? സ്വസ്ഥതയുണ്ടായിരുന്നു. നിച്ചുവിനെ നോക്കിയാണ് അവനത് പറഞ്ഞു നിർത്തിയത്. അവളുടെ തലതാഴ്ന്നു. കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ മറക്കാനെന്ന് വേണം. സ്വസ്ഥത? ഞാനൊരു ശല്യായിരുന്നു? അവൾ സ്വയം ചോദിച്ചു. അതൊന്നുമല്ല, വൈബൊന്നും ഉണ്ടായില്ലേ? അമ്മ വിഷയം മാറ്റി നിച്ചുവിന്റെ കരങ്ങൾ പൊതിഞ്ഞു. അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഇനിയുടെ പുതിയ സ്റ്റേഷൻ കിട്ടിയില്ലേ? സോ ഇനി ഇവിടെയും സ്ട്രിക്റ്റ് കൊണ്ടുവരണം. അമ്മു ഞാൻ പോവാ, എനിക്ക് നാളെ എക്സാം ഉണ്ട്, ബൈ. ഇനി അവന്റെ മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കാൻ സാധിക്കാതെ അവൾ എഴുന്നേറ്റു. ഐ നിത്യന്ത പോവാണോ? കിച്ചേന്റെ വിശേഷം കേട്ട് പോയാൽ പോരെ? ഭവ്യ തമാശ രൂപേണ പറഞ്ഞു. ഇല്ല ഞാൻ പോവാ. അവൾ പൊട്ടി വന്ന കരച്ചിലടക്കി പിടിച്ച് പുറത്തേക്ക് നടന്നു. ആ മോളെ, ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു, വാ പോവാ. വീട്ടിലെത്തി അവൾ ബെഡിലേക്ക് മറിഞ്ഞു. കിച്ചുവേണ്ണ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് ശല്യപ്പെടുത്തിയ ആ 16-കാരി അവൾക്ക് ഓർമ്മ വന്നു. പിന്നെ തന്നെ ആട്ടി പറഞ്ഞയച്ച ആ 21-കാരനെയും. ഞാൻ അദ്ദേഹത്തിന്റെ മുറപ്പെണ്ണല്ലേ? അവൾ പൊട്ടിക്കറഞ്ഞു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ അമ്മു. അവൾ കണ്ണുനീര് തുടച്ച് വിളിയിട്ടു. നീ കറിയാണ് നിത്യേച്ചി? ആ പിന്നെ മോളെ, ചേച്ചിക്ക കേട്ടപ്പോ. എന്ത് കേട്ടപ്പോ? അതിന് ചേട്ടൻ നല്ല പണി തന്നെ കൊടുക്കണം, വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ. പിന്നെ നാളെ മുതൽ ഞങ്ങൾ കാന്താരി പെണ്ണായില്ലെങ്കിലേ ഞാൻ അപ്പം പറയാം. ശരി സമ്മതിച്ചു. അവളൊന്ന് ചിരിച്ചു. എന്തായി മോളെ നിത്യേ, കലിപ്പനെ കണ്ടോ? കണ്ടു, അയാൾ പഴയ സ്വഭാവം തന്നെയാ. പിന്നെ ആ ഭവ്യ, അവൾ ഇതുവരെ ഒരു ശല്യമില്ലായിരുന്നു. അതൊക്കെ റെഡിയാക്കാം. ഫസ്റ്റ് കലിപ്പനെ കീഴടക്കണം, എന്നിട്ട് നീ നിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കണം. ഉറപ്പല്ലേ? പിന്നെ കേട്ടിട്ടില്ലേ, കലിപ്പിന് കലിപ്പ്, അതന്നെ പ്ലാന്. ശരി, വൈശ്വാൻ കൃതി എങ്ങനെ വളക്കുക മുതലേ? നീ പറയാറില്ലായിരുന്നോ അച്ഛനമ്മയായിട്ട് ഓഫീസിലേക്ക് പോകും 2 വീക്കെന്ന്? അപ്പൊ നീ കലിപ്പന്റെ വീട്ടിലേക്ക് പോകണം. പിന്നെ നീ വളക്കണം, അല്ലാന്ത്? പറഞ്ഞു പറഞ്ഞ് നിങ്ങളയാളുടെ നട്ടിലൊടിക്കുമല്ലോ. ഒന്ന് പോടി, ഇവിടെ ആനക്കാര്യത്തിന്റെ ഇടയില അവളുടെ ചേനക്കാരി. കൃതിയുടെ കോമഡി ടീം വളക്കൽ പാടെ തള്ളി. എങ്ങനെ? നീ ചെല്ല്, എല്ലാം സെറ്റാവും. ആളൊന്ന് ഇരുത്തി മൂളി. നിങ്ങളെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല, ഓരോ വള്ളിക്കെട്ടുമായിട്ട് വരും. അളിയ, ഷീ സേയിങ് വി ആർ ഫേക്ക് ഫ്രണ്ട്സ്. അതല്ല ഏതുമല്ല, വാകൃതി. അപ്പൊ ടീം വളക്കിൽ ഉടക്കിലേക്ക് മാറി. എടി ഞാൻ വെറുതെ പറഞ്ഞ. എന്നാ ക്ലാസ് കിട്ടിയ കടയിൽ നല്ല ചൂട് പഴംപൊരി കിട്ടും. 3 പാട്ടും പാടി നടന്നു. മോളെ നിച്ചു, ഞങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. നീ തൽക്കാലം സാന്ദ്രേച്ചിയുടെ വീട്ടിൽ പോയി നിന്നു. ശരിയമ്മേ. ആൾ ഡ്രസ്സ് മടക്കി ബാഗിൽ എടുത്തു വെച്ചു. മോളെ, കിച്ചുമോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചുവേട്ടനോ? ആ, എന്തേ വിശ്വാസം വരുന്നില്ലേ? അവൻ നിന്റെ മുറച്ചെറിക്കനാ. അപ്പൊ പിന്നെ അവൻ വരില്ലേ? ദേ അവൻ വന്നു തോന്നണു, വേഗം പൊക്കോ. അവൾ ബാഗ് എടുത്ത് പുറത്തു പോയി. ബുള്ളറ്റിൽ മെറൂൺ ഷർട്ടും വൈറ്റ് തുണിയും സ്പെക്സും വെച്ച് നിൽക്കുന്നവനെ അവളൊന്ന് നോക്കിന്ന് പോയി. ഉഫ്, എന്നാ ഗ്ലാമർ. കൺട്രോൾ നിത്യ, കൺട്രോൾ. ആരുടെയോ കാൽ പെരുമാറ്റം കേട്ട് അവൻ തല ഉയർത്തി നോക്കി. അവളെ കണ്ടതും അവൻ ബുള്ളറ്റിൽ കയറി അവളോട് കയറാൻ ആംഗ്യം കാണിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൾ അവിടെ തന്നെ നിന്നു. വണ്ടി കയറി. അവൻ അലറിയപ്പോഴാണ് പെണ്ണിന് ബോധം വന്ന്. ആ, കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിരുന്നോണം. കാലമാണ്, ഞാൻ വൈറസ് മറ്റാണോ അടുത്തിരുന്ന ഇയാൾക്ക് പകരം? നീ വീടെത്തി. ഇറങ്ങടി. പൊന്നെ, എന്തൊരു ചീറല്. ഇയാൾക്ക് എന്താ പതിയെ സംസാരിച്ച? എനിക്ക് തോന്നുന്ന പോലെ ഞാൻ സംസാരിക്കും. എന്താടി? ഞാൻ കളികാട്ട് നീരി. നീച്ചു പിറുവിറുത്തു. എന്ത്? ഒന്നുമില്ല. അവളെ ഒന്ന് കളിപ്പിച്ച് നോക്കി ആ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറിയതും കൂടെ നിശ്ചയം കയറി. ചേച്ചി. പെട്ടെന്ന് അവളെ ആരോ കെട്ടിപ്പിടിച്ചൊന്ന് വീഴാൻ പോയെങ്കിലും അവൾ ബാലൻസ് ചെയ്ത് നിന്നു. എടി പെണ്ണെ, ആ കൊച്ചിനെ വിട്ടെ, അത് വീഴും. അത് ഇവിടെ തന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ലേ? ഒന്ന് പോവാമേ, ഞാൻ പെട്ടെന്ന് കണ്ട ആവശ്യത്തിന്. വാ ചേച്ചി. അമ്മ അവളെയും വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. അമ്മു, എന്താ ചേച്ചി? എന്നാൽ നീ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിച്ചിരി എന്നെ കൊണ്ടുവരാൻ? മുട്ടിൽ കൈകുത്തി കവിളിൽ വെച്ചാണ് പെണ്ണിന്റെ ചോദ്യം. അതോ നിന്റെ അമ്മ വിളിച്ചപ്പോ വണ്ടിയിൽ വിടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഏട്ടൻ വെറുതെ ഇരിക്കല്ലേ, ബുള്ളറ്റും. പിന്നെ അമ്മയൊന്നും നോക്കിയില്ല, സോപ്പിട്ട് കുളിപ്പിച്ചു. ബൈ ദ ബൈ, എങ്ങനെയുണ്ടായിരുന്നു ജേണി? എന്ത് ഡിസ്റ്റൻസ് ജേണി?
ചേച്ചി, ചേച്ചിക്ക് മണ്ടേ കോളേജില്ലേ? ആ, അപ്പൊ ഏട്ടൻ ജോലിക്ക് വന്ന് അന്നാ. ഏട്ടനെ ചേച്ചിയെ കൊണ്ടുവിടാൻ ഞാൻ അമ്മയോട് പറയാം. അയ്യോ, എന്തയ്യോ? വാടാ മക്കളെ, കഴിക്കാം. ഫുഡ് കഴിച്ച് മുകളിലേക്ക് കൊടുന്നവനെ നിശ്ചു നോക്കിയിരുന്നു. ചേച്ചി കഴിക്ക്, എന്നിട്ട് നോക്കാം. പൊടി. പെട്ടെന്ന് ഭവ്യ അങ്ങോട്ട് കയറി വന്നു. അവളെ കണ്ടത് നിശ്ചുവിന്റെ വിധം മാറി. ഭവ്യ സാന്ദ്രമയെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവറ്റങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ, ഓരോ ഡൗട്ട് ക്ലിയർ ആക്കാന്ന് പറഞ്ഞു വന്നോളും. സാന്ദ്രമ്മ ആത്മ അവർ തിരിച്ചൊരു തെളിച്ചമില്ലാത്ത പുഞ്ചിരി നൽകി. സ്റ്റെയർ കയറാൻ നിന്ന ഭവ്യ ഒരു നിമിഷം അവിടെ തന്നെ തിരിഞ്ഞു നോക്കി. നിത്യയെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ കുറുകി. നീ എന്താ ഇവിടെ? അവളുടെ ആ ചോദ്യം നിശ്ചുവിന്റെ ചെകുത്താനെ പുറത്തെടുത്തു. ഞാൻ എൻ്റെ അമ്മാന്റെ വീട്ടിലേക്ക് തോന്നുമ്പോൾ പോകും. ആ ചോദിക്കാൻ നീ ആരാടി? മോള് എന്ത് കാര്യത്തിനാണ് വന്ന് ആ നിറവേറ്റി പോകാൻ നോക്ക്. അല്ലാതെ എൻ്റെ കാര്യത്തിലാണ് നീ ഇടപെട്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും. ഭവ്യ ചുളിഞ്ഞ മുഖത്തോടെ മുകളിലേക്ക് പോയി. ചേച്ചി എന്താടി? നിച്ചു അമ്മുവിന് നേരെ അലറി. അയിനി പാപിയോട് എന്തിനാണ് ഇങ്ങനെ ടെററാവുന്നത്? ഓ, അത് ഞാനൊരു ഫ്ലോക്ക്. അവളൊന്ന് വിളിച്ചു. പിന്നെ താങ്ക് യു സോ മച്ച്. എന്തിന്? ഞാൻ കുറേ കാലമായി ഇങ്ങനെ പറയണ വെച്ച് നിൽപ്പായിരുന്നു. പിന്നെ തിരുപ്പതിയായി. മോളെ, ഈ യൂണിഫോം അവനക്കൊന്ന് കൊണ്ടുപോയി കൊടുക്ക്. എൻ്റെ കാലിന്നലെ ഇത് കയറിയിട്ട് ഉളുക്കി. അതുകൊണ്ട് നീ കൊണ്ടുപോയി കൊടുക്ക്. മറ്റന്നാവും പോകുമ്പോഴേക്ക് നീറ്റ് യൂണിഫോം വേണം. അതും പറഞ്ഞ് സാന്ദ്രമച്ച് നിച്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നിച്ചു ചുറ്റും കണ്ണോടിച്ചു. അതെ, അമ്മ മുങ്ങിയിരിക്കുന്നു. അവൾ പതിയെ മുകളിലേക്ക് നടന്നു. ഡോറിനടുത്തെത്തിയതും അവൾ പതിയെ പാളി നോക്കി. നോക്കുമ്പോൾ അവനോട് ഒട്ടിയിരുന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നവളെയാണ്. അവളുടെ നോട്ടം മുഴുവൻ അവൻ്റെ ചുണ്ടിലും മുടിയിലുമാണ്. അവൾക്ക് ദേഷ്യം പെരുത്ത് കയറി. യൂണിഫോം കൂട്ടിപ്പിടിച്ചു. അതെ, അകത്തേക്ക് കയറട്ടെ? രണ്ടുപോലും ഒരുപോലെ നോക്കി. യൂണിഫോം തരാൻ അവൾ അവന് നേരെ നീട്ടി. അവനത് വാങ്ങി തിരിച്ചു മറിച്ച് നോക്കി. അവൻ്റെ കണ്ണുകൾ ചുവക്കുന്ന അവൾ ഭയത്തോടെ നോക്കി. പിന്നെ പറന്നു മുഴുവൻ അവിടെ നിശ്ചുവിൻ്റെ കിളികളായിരുന്നു. അവൾ അവനെ നിറഞ്ഞ കണ്ണോടെ നോക്കി. നീറ്റാ എൻ്റെ യൂണിഫോം ഇങ്ങനെ അടിച്ചുളിഞ്ഞത്? അവൻ നിന്ന് അലറി. അവനെ ഗെറ്റ് ഔട്ട്! മേൽ എൻ്റെ റൂമിൽ കയറി പോരുത് വിതൗട്ട് മൈ പെർമിഷൻ. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. അടിയേക്കാൾ വേദനിച്ച് ഭവ്യയുടെ പുച്ഛഭാവമായിരുന്നു. കട്ടിൽ വന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. എന്ത് ചേച്ചി, ഇതെന്താ കവിളില്? അത് മോളെ, അവൾ നടന്നെല്ലാം പറഞ്ഞു. ശേ, എന്നാലും അവൻ അങ്ങനെ ചെയ്യില്ല മോളെ. എന്നാ അമ്മയുടെ മോന് ബാധ കയറിയതാവും. ഒരു ചുളിവിനാ 5 പാട് മോത്ത്. വാ, ഞാൻ ഐസ് പാക്ക് വെച്ച് തരാം. ചേച്ചി, എനിക്ക് നിങ്ങളുടെ മോൻ കണ്ടിട്ട് സങ്കടം വരിക. പിന്നെ ആ ഭവ്യ ഐസ് പാക്ക് വെച്ച് റൂമിലിരിക്കാൻ രണ്ടും. ചേച്ചി, അമ്മു, അവള് ഞാനങ്ങനെ വെറുതെ വിടില്ല. അവിടെ പോകേണ്ട ഞാൻ അടങ്ങും. ചോര തുപ്പി പറയുന്നുള്ള അമ്മു പകപ്പോടെ നോക്കി. ഇനി നിത്യാമേനന്റെ കളികൾ മാത്രം. കിച്ചൊന്ന് കുഴങ്ങും. ഐ എം വിത്ത് യു ഡിയർ ചേച്ചി പെണ്ണേ. പിറ്റേ ദിവസം ഞായറാഴ്ച നിച്ചു നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ആ, മോൾ ഇത്ര പെട്ടെന്ന് നീറ്റോ? അമ്മായി, ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കട്ടെ? അമ്മായി അല്ല, അമ്മ എന്ന് വിളിച്ചാൽ മതി. ഉണ്ടായിക്കോ. അവൾ ചായ ഉണ്ടാക്കി ട്രേയിൽ വെച്ചു. ദേ അമ്മേ, കുടിച്ചു നോക്ക്. പൊളി. ഉഫ്, അഭിമാനം. ദേ അമ്മാവ ചായ. എന്റെ ഭാര്യക്ക് ഭ്രാന്ത് മാറിയോ? അതെന്താ അമ്മാവ? നല്ല രസമുള്ള ചായ. അത് ഞാനുണ്ടാക്കിയതാ. കൊള്ളാം, നന്നായിട്ടുണ്ട് മോളെ. ഇങ്ങോട്ട് ഉണ്ടാക്കലേ മനുഷ്യ. അവൾ ചിരിച്ചു. അമ്മുവിന്റെ അടുത്തെത്തിയതും ഒരു അനൗൺസ്മെന്റ് കേട്ടു. ഇനി നീ എഴുന്നേറ്റില്ലെങ്കിൽ ചട്ടം കൊണ്ട് അടിവെച്ച് തരും. സ്റ്റെയർ കയറാൻ നിന്നു. എന്തോർത്ത പോലെ അവൾ നിന്നു. പിന്നെ ഒന്നും ആലോചിക്കാതെ മുകളിലേക്ക് കയറി. വാതിലെത്തി പതിയെ തള്ളി. അത് താനേ തുറന്നു. ബെഡിൽ കമിഴ്ന്ന് സുഖമായിട്ട് ഉറങ്ങുന്നവനെ നോക്കി. പിന്നെ അവന്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു. വിതൗട്ട് മൈ പെർമിഷൻ കേറിപ്പോരുത്. അവൾ ഡോറ് പതിയെ ചാരി താഴേക്ക് നടന്നു. എന്തേ, അവന് ചായ കൊടുത്തില്ലേ? കേറിയാനെ കടിച്ചു കീറാനല്ലേ എന്നും പറഞ്ഞ് അമ്മുവിനെ ഉണർത്താൻ പോയി. അമ്മേ, ഇന്ന് ചായ ഇല്ലേ? ആ, മോനെ എഴുന്നേറ്റോ? എന്നുള്ള ചായ വന്നില്ല. സോ അത് ഞാൻ താഴേക്ക് ഇറങ്ങി. അവൻ കപ്പ് ചുണ്ടോടടുപ്പിച്ച് പറഞ്ഞു. ഒരു സിപ്പ് കുടിച്ച് അവന്റെ കണ്ണുകൾ വിടന്നു. അമ്മ, ചായ ഞാനുണ്ടാക്കിയതല്ല, നിച്ചുമോളാ. അവളോ? ആ. ഓ. അവൻ ചായം കുടിച്ച് മുകളിലേക്ക് ഇറങ്ങുന്നു. ആരെയോ ഇടിച്ചു. ഓ, തനിക്ക് കണ്ണു മൂക്കില്ലേ? അതിന് താനല്ലേ ഫോൺ നോക്കിയാൽ തന്നെ ഇടിച്ച്. നിന്റെ കണ്ണു പിന്നെ മാറത്താവും. ഒന്ന് പോടും. അവൾ അത് പറഞ്ഞ് ചവിട്ടിത്തുള്ളി പോയി. പിറ്റേ ദിവസം കിച്ചു റെഡിയായി വരുമ്പോൾ നിച്ചു അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മോനെ കിച്ചു, നീ പോകുമ്പോ ഇവളെ ഇനി കൂട്ടിക്കൊണ്ട് പൊക്കോ. അതിന് ഇവൾക്ക് അമ്മൂനും ബസ്സിൽ പോയാൽ പോരെ? അമ്മു വേറെ വഴിയല്ലേ മോനെ. ശരി, കയറിക്കോ. ദേഷ്യ അളപ്പല്ലിട്ട് പറയുന്നവനവൾ ദേഷ്യത്തിൽ തന്നെ നോക്കി. ഇയാൾക്ക് ഇത്ര ദേഷ്യം എന്തിനാ? ഞാൻ മുറപ്പെണ്ണല്ലേ? ബുള്ളറ്റ് റോഡിലെത്തിയ നിച്ചവനെ പുറകിൽ നിന്നും പുണർന്നു. നിനക്ക് കായ് വിടുന്നല്ലേ? പിന്നെ ഞാൻ വിടില്ല. എടി വിടറി. ഞാൻ വിടില്ലെന്നേ. ഞാനാ കാണുന്ന കൊക്കയിലേക്ക് എടുത്തറി. അത് കേട്ടോ പെണ്ണ് ഡിസ്റ്റൻസ് ഇട്ടിരുന്നു. ബുള്ളറ്റിൽ അവൾ ആക്കി തറപ്പിച്ച് ഒരു നോട്ട് നോക്കി അവനോടൊന്ന് പോയി. മോളെ നിച്ചു, നിന്റെ കലിപ്പിനെന്നാ ഗ്ലാമറാടി. പൊടി. മിസ് നിത്യാമേനനാണോ? വൈകുന്നേരം ആയപ്പോൾ കിച്ചു കോളേജിലെത്തി.
കയറ്. ആൾ വണ്ടിയിൽ കയറി ഡിസ്റ്റൻസ് ഇട്ടിരുന്നു. പിറ്റേ ദിവസം സാധാരണ പോലെ കടന്നുപോയി. ദാ സച്ചി, നീ ബീച്ചിലേക്ക് വേണം, ഞാൻ പറയുന്നൊക്കെയായിരുന്നു. രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പ്രധാന സ്ഥലമാണ് അവിടെ. നമസ്കാരം മൈ ഡിയർ ബോയ്. നമസ്കാരം. രണ്ടുപേരും ഹഗ് ചെയ്ത് വിട്ടുമാറി. എങ്ങനെ പോണു നിന്റെ കാര്യം സച്ചി? നിനക്കറിയില്ല യേശു, അച്ഛനും അമ്മയില്ലാത്ത ഞാൻ ചെറിയച്ഛൻ്റെ കീഴിലായിരുന്നു. അല്ല, ഉപദ്രവത്തിലായിരുന്നു. അയാളറിയാതൊരു ഫ്ലാറ്റ് എടുക്കണം, പിന്നെ അവിടുന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറണം. വെൽ ഡൺ മാ ബോയ്. നിന്നെ എന്താടാ? അത് എനിക്ക് അവളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടാ. അയ്യേ, എന്താടാ? അവൾ നിന്നെ മുറപ്പെണ്ണല്ലേടാ? അത് എടാ നീ ഇപ്പോഴും മീരിൽ തന്നെയാണോ? അത് 1 വർഷം പ്രേമിച്ച് തേച്ചു പോയ പെണ്ണിന് അവൾ എന്തോ നിന്നെ പറ്റി പറഞ്ഞ്? പൈസ ഇല്ല, ലോ ക്ലാസ് ആണ്, അവൾക്ക് വേറെ റിച്ച് ചെക്കനെ കിട്ടിയപ്പോൾ അവൾ പോയി എന്ന് വെച്ച് എല്ലാ പെണ്ണുങ്ങളും അവളെ പോലെയല്ല. നീ സ്വയം നീറിപ്പോകുന്ന എന്തിനാടാ? നിന്നെ ഈ കടലോളം സ്നേഹിക്കുന്ന പെണ്ണിന് നീ എന്തിനാടാ മനഃപൂർവ്വം അവഗണിക്കുന്നത്? നീ അവിടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുമ്പോഴാടാ ആണൊരുത്തനാവുന്നത്. നീ അണിയുന്ന പോലീസ് യൂണിഫോം അതിൻ്റെ ഒരു കണികയാ. ഇനിയെങ്കിലും നിന്റെ മനസ്സിൽ നിത്യ എന്ന പെണ്ണാണെന്ന് കൊത്തിവെക്ക്. പിന്നെ അമ്മു എൻ്റെ പെണ്ണാണ്, അതും ഞാൻ കൊത്തിവെച്ചോട്ട് കളിയാ. സച്ചി കിച്ചുവിനെ നോക്കി. നോക്കാം. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് പിരിഞ്ഞു. മോനെ, ഫുഡ് വേണ്ടേ? വേണ്ടമ്മ, ഞാൻ കഴിച്ചതാ. നീച്ചുവിനെ നോക്കി അവൻ മുകളിലേക്ക് പോയി. പിറ്റേ ദിവസം അവൻ ഫുൾ ഗൗരവത്തിൽ ബുള്ളറ്റിരുന്നു. നീച്ചു കയറി വണ്ടി മുന്നോട്ട് കുതിച്ചു. നിങ്ങൾക്കൊന്ന് ചിരിച്ചാലെന്താ? പോലീസുകാർ ചിരിക്കില്ല. ഓ, എന്നാ നിങ്ങളുടെ പല്ലിയാടുവോ? അവനും ചിരിച്ചു. ആ ചിരി സൈഡ് മിററിലൂടെ കണ്ട് നിച്ചുവിന്റെ കണ്ണുകൾ വിടന്നു. അപ്പൊ ചിരിക്കാനൊക്കെ അറിയാം. അവൻ പെട്ടെന്ന് ഭാവം മാറ്റി. ഓ, ആളുടെ മുഖം വീർത്തു. അവൻ അവരുടെ ഭാവങ്ങൾ മിററിലൂടെ നോക്കിക്കാണുകയായിരുന്നു. ഇറങ്ങ്. ആളവന് മുഖം കൊടുക്കുക ആ കോളേജിലേക്ക് നടന്നു. അവനൊരു ചിരിയോടെ ബുള്ളറ്റ് എടുത്ത് പോയി. ഇതെന്താ നിച്ചു നിന്റെ മുഖം കടന്നിലുത്തിയ പോലെ? അത് പിന്നെ ആ കാലിപ്പിനോടും ചിരിക്കാൻ പറഞ്ഞ മുടിഞ്ഞ ജാട. ഓ, അയാൾക്ക് അവസരം കിട്ടുമ്പോൾ പണിയെടുക്കണം. എന്താണ് എസ് ഐ സാറേ എന്നില്ലാത്ത ചിരി? ഏയ് ഒന്നുമില്ല, ഐ എം ജസ്റ്റ് മൈൻഡിങ്. ഉച്ചക്ക് ബ്രേക്കിന് കോളേജിന് പുറത്തിറങ്ങിയതാണ് 3 സംഘം. അതേ നിത്യ. 3 തിരിഞ്ഞു നോക്കി. ഒപ്പം ചാരിയിരുന്ന് ഫൈൻ എഴുതുന്ന കിച്ചുവിന്റെ കാതിലേക്ക് ആ പേര് വീണു. അവന് ഉറപ്പുവരുത്താൻ വേണ്ടി തലയിരിച്ച് നോക്കി. അതെ, നിച്ചുവാണ്. മിസ് നിത്യ, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് തന്നെ ഇഷ്ടമാണ്. എന്തോ പറയാമെന്ന വൈശു കാണുന്നത് തങ്ങൾ തന്നെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെയാണ്. നീ നാളെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് രാവിലെ അവിടുന്ന് പോയി. വൈശുവും കൃതിയും കിച്ചു കേൾക്കാൻ പാകത്തിന് നിച്ചുവിനോട് പറഞ്ഞു. എടി, നിന്റെ ആ കട്ടക്കളിപ്പം പോലീസിനേക്കാൾ നല്ല ഈ രാവിലെ തന്നെയാ ലുക്കും പോപ്പുലാരിറ്റി ഒക്കെ. പോലീസ് ഏതായാലും മൈൻഡാക്കുന്നില്ലല്ലോ. നാളെ നീ അവനോട് യെസ് പറഞ്ഞേക്ക്. നിനക്ക് അവനോട് ചെറിയൊരു ക്രഷ് ഇല്ലേ? നീച്ചു ഇതൊക്കെ എപ്പോ എന്ന ഭാഗത്തിൽ അവരെ നോക്കി. എന്നാൽ അവരിത് കിച്ചുവിനെ ഏൽക്കുന്നുണ്ടോ എന്നായിരുന്നു. വാ, വെല്ലടിച്ചു പോവാ. സർ, പെൻ. അയ്യോ. നോക്കുമ്പോൾ പെന്നി 2 കഷ്ണമായിട്ടുണ്ട്. അവനവർ പോയ വഴിയെ നോക്കി പല്ലിയടിച്ചു. ടുഡേ വർക്ക് ഈസ് ഇനഫ്, ലെറ്റ്സ് ഗോ. അവൻ പറഞ്ഞ് അവൻ സ്റ്റേഷനിലേക്ക് വിട്ടു. വൈകുന്നേരം വൈശോളെ സംസാരിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. കിച്ചു ദേഷ്യത്തിൽ കൊണ്ടുവരാൻ മറന്നു. അമ്മേ, എന്താടാ അലറുന്നേ? അവന്റെ ശബ്ദം കേട്ട് അമ്മും പുറത്തു വന്നിരുന്നു. നീച്ചോടെ. അവന്റെ ചോദ്യത്തിൽ 2പേരുടെയും കിളികൾ പറന്നു. കൊണ്ടുപോയി വിടുക എന്നുള്ള ആ ചെക്കിനെ ഇതുവരെ അവളെ പറ്റി ചോദിച്ചിട്ടുണ്ടാവില്ല. അവളെവിടെയെന്ന്? അവളെ നീയല്ലേ കൊണ്ടുവരാറ്? അമ്മയെ അവളെവിടെ? അവനത് പറയുന്നത് നീച്ചു വാതിൽ കടന്നുവരില്ല ഒപ്പമായിരുന്നു. ഡീ, നീ എവിടെയായിരുന്നു? ഞാൻ എവിടെ പോലും തനിക്കെന്താ? നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. അവളെയും പൊക്കിയെടുത്ത് തോളിലിട്ട് സ്റ്റെയർ കയറിപ്പോയി. എല്ലാം പെട്ടെന്നായതുകൊണ്ട് 1-2 നിമിഷം വന്നൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. അമ്മേ, ചേച്ചി ഒന്ന് പോവാമോ? അവര് പോട്ടെ, ഞാൻ സന്ധ്യനെ വിളിച്ച കാര്യം പറയട്ടെ. ചെക്കൻ്റെ സ്വഭാവം മാറാൻ നിൽക്കായിരുന്നു കല്യാണം നടത്താൻ. സാന്ദ്ര നാണഭിനയിച്ച് അടുക്കളയിലേക്ക് പോയി. പക്ഷെ അമ്മു നിന്ന് പുകയായിരുന്നു. അമ്മയെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ പോരെ? ആ റൂമിൽ കയറി വാതിലടച്ചു. അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി 2 ഭാഗത്തിൽ ലോക്ക് ചെയ്തു. തനിക്ക് കാണിക്കുന്നത്? എന്നെ വിട്ടേ. വീടാം. അതിനുമുമ്പ് ചേട്ടൻ ചോദിച്ചതിന് മറുപടി അറിയണം. നീ നാളെ രാവിലെയോട് യെസ് പറയോ? അവൾ ആദ്യം ഞെട്ടിയെങ്കിലും അത് അതിവിദഗ്ധമായി മറച്ചു വെച്ചുകൊണ്ട്. ഓ, അപ്പൊ അതാണ് വൈശുവും കൃതി എന്നോട് അങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ആയിട്ടുകളെ കിളി പോയതാന്ന്. ഏതായാലും നാളെ ഞാൻ അവർക്ക് നല്ല ട്രീറ്റ് കൊടുക്കുന്നുണ്ട്. ലവ് യു ഗൈസ്. നീച്ചു ആത്മ. ഞാൻ നാളെ യെസ് പറയും. നിങ്ങളെക്കാൾ ലുക്കും പൈസയും പോപ്പുലാരിറ്റി ഉണ്ട് അവന്. പിന്നെ പേര് കേട്ട കുടുംബവും. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് അവനാണെന്നറിയോ? എനിക്ക് അവനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ പറയുന്നതിന് മുമ്പ് അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കിയിരുന്നു. മേൽ ചുണ്ടും കീഴ് ചുണ്ടും ആവേശത്തിൽ അവൻ നുകർന്നു. നീച്ചുവിന്റെ കണ്ണുകൾ പുറത്തേക്ക് വന്നു. ദീർഘചുംബനത്തിന് ശേഷം അവളുടെ ശ്വാസം വിളങ്ങിയപ്പോൾ അവൻ അവളെ മോചിപ്പിച്ചു. ചുംബനത്തിന്റെ ആഘാതത്തിൽ നിന്ന് കിടക്കുന്നവളെ നെഞ്ചിലേക്കിട്ട് അവളെ മുഖമുയർത്തി. ഈ കാർത്തിക് സായിയുടെ താലിയണിഞ്ഞ് നടക്കേണ്ടവളാ നീ. ആ വായിൽ വേറൊരുത്തന്റെ പേര് വന്നാ ഇങ്ങനെയായിരിക്കും ഞാൻ തരുന്ന ശിക്ഷ. അവളുടെ കവിളൊന്ന് മുത്തി അവൻ ഫ്രഷ് ആവാൻ പോയി. അവൾ കുറച്ച് സമയം അതിന്റെ ഷോക്കിൽ അങ്ങനെ നിന്നു. പിന്നെ കിളികളെ തിരിച്ചു വിളിച്ച് താഴേക്ക് ഓടി. എന്താ ചേച്ചി, എന്താ ഉണ്ടായി? തിരിച്ചു മറിച്ച് മുഖം നോക്കിക്കൊണ്ടാകുമ്പോൾ ആവലാതിയോട് ചോദിച്ചു. പെട്ടെന്നാണ് അവളുടെ ചുണ്ടുപൊട്ടിയെ ശ്രദ്ധിച്ച്. ചേച്ചി.
ഒരു പ്രത്യേക താളത്തിൽ അമ്മോളെ വിളിച്ചു. പൊടി. നാണത്തിൽ ചുവപ്പ് രാശി കവളിൽ പടർന്ന നിച്ചുവിനെ അവൾ വിടർന്ന കണ്ണാലെ നോക്കി. അമ്മേ, ഇനി സന്ധിനി ചേച്ചിക്ക് വിളിച്ചു പറഞ്ഞേക്ക്. ഹലോ സന്ധിനി, പിന്നെ നമുക്ക് കുട്ടികളുടെ കല്യാണം പെട്ടെന്ന് നടത്തിയാലോ? എന്താ നീ പറഞ്ഞ്? ഞാൻ പറഞ്ഞ നേരാടി. പിറ്റേ ദിവസം അവർ കോളേജിലേക്ക് ഒരുമിച്ച് പോയി. അവൻ്റെ വയലിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ ആ യാത്ര ആസ്വദിച്ചു. എടി നിച്ചു, എന്താടി ഇന്ന് ഇത്ര സന്തോഷം? നിച്ചു രണ്ടുപേരുടെയും കവിൾ മുത്തി. ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ. ലവ് യു ഡിയേഴ്സ്, ഇന്ന് എൻ്റെ വക ട്രീറ്റ്. സെറ്റായി അല്ലേ? താങ്ക്സ്. ഡോ, ഇന്ന് ഇന്നലെടുത്ത പ്ലേസ് തന്നെയല്ലേ വർക്ക്? ഓക്കെ സർ. ഉച്ചയ്ക്ക് ട്രീറ്റും വാങ്ങിക്കൂടെ നടക്കുന്നതിനിടയിൽ അതേ നിത്യ മൂന്നും തിരിഞ്ഞു നോക്കി. താനൊന്നും പറഞ്ഞില്ല. ഓ സി മിസ്റ്റർ രാഹുൽ, ഞാൻ മറുപടി അറിയും മുമ്പ് നീ പോയി. സോ പറയാം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഐ എം ഗോയിങ് ടു മാരിഡ്. വാട്ട്? ഓ, എന്നാ അതിനു മുമ്പ് എനിക്കൊരു ചാൻസ് തന്നേക്ക്. രാഹുൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി ചലിച്ചു. അവൾ വെറുപ്പോടെ മുഖം ചരിച്ചു. പെട്ടെന്ന് അവൻ പിടിച്ച കൈ അടർന്നു പോകുന്നു. അവന്റെ അലർച്ച കേൾക്കുന്ന ഒരുമിച്ചാണ്. എന്റെ പെണ്ണിന്റെ ശരീരത്തിൽ കൈവെക്കാൻ എത്ര ധൈര്യമുണ്ട് മിസ്റ്റർ രാഹുലിന്? ഇനി മേൽ അവളെ നിന്റെ കൺവെട്ടത്ത് കണ്ട നിന്നെ കുഴിച്ചു മൂടും. പറഞ്ഞേക്കാം, ഇത് കാർത്തിക് സായിയുടെ വാക്കാണ്. കേട്ടോടാ മായേ, വാടി. അവൻ അവളെയും വലിച്ച് ജീപ്പിൽ കയറ്റി. വിഷ്ണു, അവളുടെ ബാഗ് നീ വീട്ടിലെത്തിച്ചേക്ക്. ശരി എന്നും പറഞ്ഞാൽ വണ്ടി എടുത്തു. റോക്കറ്റ് പോകുന്ന സ്പീഡായിരുന്നു വണ്ടിക്ക്. നീച്ചു പുറകിലേക്ക് നോക്കിയപ്പോൾ പേടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലീസുകാരെയാണ് കണ്ടത്. അവൾക്ക് ചിരി വന്നു. ചത്ത് ചത്ത് എന്ന എക്സ്പ്രഷനും. ഇടത്ത് വശത്തേക്ക് നോക്കിയപ്പോൾ ദേഷ്യം മൊത്തം ആക്സിഡന്റിൽ തീർക്കുന്നവനെയാണ് കണ്ടത്. സ്പീഡ് കുറക്കേട്ടാ. കുറച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? ഞാൻ ആ രാവിലെ യെസ് പറയും. പിന്നെയും വണ്ടി സ്പീഡ് കൂടി. ഇതേ ഞാൻ പറഞ്ഞേക്കാം, ഇനി സ്പീഡ് കുറച്ചില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വല്ലവനെ കൂടെ ഒളിച്ചോടും. ആൾ അവന്റെ കൈ പൊതിഞ്ഞു പിടിച്ച് വണ്ടിയുടെ സ്പീഡ് താനേ കുറഞ്ഞു. വണ്ടി പോലീസ് സ്റ്റേഷനിലെത്തി. അവരിറക്കി അവളെയും കൊണ്ട് അവൻ ബുള്ളറ്റിൽ വീട്ടിലേക്ക് വിട്ടു. ഹാവൂ, ഈ കുട്ടി ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ റോഡിൽ നെല്ല് പെറുക്കിയെടുക്കായിരുന്നു. ആംബുലൻസ് പോകുന്ന പോലെ ഒരു പോക്ക്. അവൻ അവളെയും കൊണ്ട് വീട്ടിലേക്ക് ചെന്നു. എന്താ മോനെ ഇന്ന് നേരത്തെ? നീ അമ്മു എന്താ? ഞാനോ? നീ ക്ലാസ് നേരത്തെ വിട്ടോ? ഇല്ല, ചേട്ടൻ കൊണ്ടുവന്നു. എന്ത്? അമ്മു ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു. ആ, നിനക്കിത് ക്ലാസ്സില്ലേ? സ്റ്റഡി ലീവാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ, പിന്നെ ഒരു കാര്യം. അവൾ വള്ളിപുള്ളി വിടാതെ വിളമ്പി. അപ്പൊ എന്റെ ചേട്ടന് നിന്നോട് മുടിഞ്ഞ പ്രേമം. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭവ്യയുടെ വരവ്. അവൾ നേരെ മുകളിലേക്ക് ചെന്നു. നീ നീച്ചു, അവൾ വന്നു. നീ ഒരു കാര്യം ചെയ്യും, ഒരു ബുക്കും പേനയും എടുത്ത് ഏതെങ്കിലും ഇംഗ്ലീഷ് വേണ്ട അർത്ഥം ചോദിക്കാൻ ചെല്ലു. നീച്ചു സ്റ്റെയർ കയറി പതിയെ അവന്റെ റൂമിലേക്ക് തലയിട്ടു. നിന്നോടല്ലേ ഈ റൂമിലേക്ക് കയറിയെന്ന് പറഞ്ഞ് ഭവ്യ ദേഷ്യത്തിൽ അവളെ നോക്കി. എന്താ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യണം. പഠിക്കാത്ത ഇവളോ? ആളവന്റെ അടുത്തേക്ക് വന്ന് ബുക്ക് അവന്റെ നേരെ നീട്ടി. ഐ ലവ് യു, വിൽ യു മാരി മീ? അവനവളെ മുഖമുയർത്തി നോക്കി. ആളവനെ കൂർപ്പിച്ച് നോക്കി. ഇത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, നീ ആദ്യം താഴെ പോ. ആൾ നിരാശയോടെ വാതിൽ തുറന്ന് പുറത്തു പോയി. അതെ, എൻ്റെ ഒരു ബാഗാ മുറിയില്ല, ഇപ്പൊ വരാം. അവൻ മറക്കിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടി. സ്റ്റെയർ ഇറങ്ങാൻ പോയവളെ വലിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് നീച്ചു ഞെട്ടി ഒച്ചയിടാൻ നിന്നു. കിച്ചോടെ കീഴ്ച്ചുണ്ട് നുണഞ്ഞു വിട്ടു. എന്താണ് നിനക്ക്? ജലസടിച്ചോ? എനിക്കോ? എനിക്കൊന്നുമില്ല. എന്നാ ഏട്ടന്റെ പൊന്നുമോള് ചെല്ല്. അവൾ ഒരു ചിരിയോടെ താഴേക്ക് ഇറങ്ങി. ഡാ സച്ചി, ബീച്ച് വരെ വാ. ഓക്കെ മുത്തേ. എടാ എന്താ ഇതിന്റെ കാര്യം? കിച്ചു, ഞാൻ ന്യൂ ഫ്ലാറ്റ് വാങ്ങി. അപ്പൊ സുഖമായാലും എനിക്ക് നിന്റെ അടുത്തേക്ക് വരാലോ. പിന്നെ നിത്യ, ഞാൻ അവളിപ്പോ പ്രാണനെ പോലെ പ്രണയിക്കുന്ന സച്ചി. അത് മതി, അത് കേട്ടാ മതി കിച്ചു എനിക്ക്. ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ? എന്താ? നിന്നെ പെങ്ങളെ ഞാൻ കെട്ടിക്കോട്ടെ അളിയാ? അതിനെന്താടാ, എനിക്ക് 100 രൂപയുടെ സമ്മതം. കിച്ചു അവന്റെ തോളിലൂടെ കൈയിട്ട്. എന്തെങ്കിലും തരണം. മീര? രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. നീച്ചുവിന് വളരെടുക്കാൻ കയറിയതാണ് സച്ചിയും കിച്ചു. പെട്ടെന്ന് ഉള്ളിലെ കാഴ്ച രണ്ടുപേരിലും ഞെട്ടിലുണ്ടാക്കി. ഓ, മീരാകൃഷ്ണനെ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നില്ല. നിന്റെ പൊന്നാറ് കെട്ടിയവൻ നിന്റെ പുറകെ വിട്ട് പോവലേന്ന് പറഞ്ഞ് നടന്നപ്പോ ഇവനെ കൊല്ലാൻ ഭാഗത്തിനാക്കിയവൻ. മീരയുടെ നോട്ടം പോയ ഭാഗത്തേക്ക് രണ്ടുപേരുടെയും കണ്ണുകൾ ചലിച്ചു. അവിടെ ഒരു തിന്നൽ ഭ്രാന്തനെ പോലെ പരിസരം വീക്ഷിക്കുന്നവനെയാണ് അവർ കണ്ടത്. സച്ചിന്റെയും കിച്ചുവിന്റെയും മുഖത്ത് പുച്ഛച്ചിരി വിരിഞ്ഞു. കഴിവേട്ടവൻ പൈസ ഇല്ലാത്തവൻ ലോ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ പൈസ എല്ലാം മുക്കി പൈസക്കാരന്റെ കൂടെ ഒളിച്ചോടിയപ്പോ ആലോചിക്കണമായിരുന്നു. കൂടെതാ ഇവനെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കാൻ ഒരു സുഹൃത്തുണ്ട്. മരണം വരെ നീ ചിന്തിക്കണമായിരുന്നു. ഒരിക്കലും പാതി വഴി വിടാതെ അവനെ ചേർത്ത് പിടിക്കാൻ, അവന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ. ഇപ്പൊ ഞാൻ മാത്രമല്ല, അവന്റെ പെണ്ണുണ്ട്, IPS പട്ടവും. പെണ്ണ് നീടപ്പോൾ സംശയം തോന്നിക്കാണുമല്ലേ മീര? അതെ, നീ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞവന്റെ മുറപ്പെണ്ണു, മിസ് നിത്യ കാർത്തിക് സായി. മീരയുടെ കണ്ണുകളിൽ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞു. കരയണം നീ, ഇതവന്റെ ലഹരിയാ. കിച്ചുവിന്റെ പോക്കലിൽ നിന്ന് 1000 രൂപ അവൾക്ക് നേരെ കൊടുത്ത് നടന്നു നീ. മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരാഴ്ച അവരുടെ കുസൃതിയും കളിച്ചിരിയുമായി കടന്നുപോയി. അമ്മു, എന്താ ചേച്ചി?
മറ്റന്നാൾ ഞാൻ തിരികെ പോകും. അപ്പൊ നമുക്ക് നാളെ അമ്പലത്തിൽ പോവാം. ശരി ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നു. പിറ്റേ ദിവസം അമ്മു നേരത്തെ എഴുന്നേറ്റാണ്ട് കിളി പോയിരിക്കുകയാണ് സാന്ദ്ര. അമ്മേനെ എന്താ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല, മക്കള് പോവാൻ നോക്ക്. അമ്മു വാ, നമുക്ക് ഏട്ടനെ കൂടെ വിളിക്കാം. നീ വിളിച്ചു വാ. അല്ല, നമുക്ക് രണ്ടുപേർക്കും പോവാം. കിച്ചുവിന്റെ വാതിൽ തുറന്നൊരു നിമിഷം രണ്ടുപേരും പകച്ചു. പരസ്പരം പുണർന്നു നിൽക്കുന്ന ഭവ്യയും കിച്ചുവിനെയാണ്. രണ്ടുപേരും വാതിൽക്കിലേക്ക് നോക്കി. ഏട്ടാ, അമ്മു ഒരു ഇടർച്ചയോടെ വിളിച്ചു. നീച്ചുവിനെ കണ്ടപ്പോൾ കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട്. മോളെ അമ്മു, അവൻ പറയുന്നതിന് മുമ്പ് നീച്ചു പുറത്തേക്ക് ഓടിയിരുന്നു. കിച്ചു ഭവ്യയെ തന്നെ നടത്തി മാറ്റി കാരണം പോച്ചൊന്ന് കൊടുത്തു. ഇതെന്തിനാന്നറിയോ? ഇല്ലല്ലേ, പറഞ്ഞു നടന്നിട്ട് എന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊട്ടതിന്. അമ്മ അവളെ തിരിച്ചിരുത്തി മുഖമടക്കിന്ന് കൊടുത്തു. ഇതെന്തിനാന്നറിയോ? എന്റെ ചേച്ചിയുടെ കണ്ണു നിറച്ചിന്. അമ്മുവിന്റെ ഭാവം കിച്ചുവിന് പരിചയമില്ലായിരുന്നു. ഇനി മേലി വീട്ടിൽ കണ്ടുപോയത്, അമ്മ ഒരു താക്കിയതോടെ പറഞ്ഞു. കിച്ചു നേരെ അമ്മുവിന്റെ മുറിയിലേക്ക് ഓടി വാതിൽ ചേർത്തടച്ച് അകത്തേക്ക് കയറി. പെണ്ണ് മുട്ടിൽ മുഖം പൊഴുതി കരയുകയാണ്. നിച്ചു, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ മുഖമുയർത്തി നോക്കിയില്ല. അവൻ അവളെ മടിയിൽ പിടിച്ചിരുത്തി. അവൾ ഞെട്ടിയെങ്കിലും കൊതറി മാറാൻ നോക്കി. അടങ്ങിടി, എന്തിനാണ് ഇത്ര സങ്കടം? അവനോട് താടിത്തുമ്പിയുയർത്തി അവളോട് ചോദിച്ചു. അവള് നിങ്ങളെ... അവനവളുടെ ചുണ്ടിൽ കൈവച്ചു. ഭവ്യ, എനിക്ക് അവളെ കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമല്ല. അവനവൾ ഇറുകെ പുണർന്നു. അതെ, ഞാൻ നാളെ പോവും. എന്ത്? ആൾ അവന്റെ മടിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി. പിറ്റേ ദിവസം നിശ്ചിച്ച് പോകുന്നതിന്റെ സങ്കടത്തിലായിരുന്നു അമ്മവും സാന്ദ്രയും. 2 ദിവസം കൂടി കഴിഞ്ഞ് പോവായിരുന്നു മോളെ. അമ്മേ, അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സൈകിട്ട് കിച്ചു പറഞ്ഞു. ആൾ ബുള്ളറ്റിൽ കയറി. ആൾ അവനെ ചുറ്റി പിടിച്ചു. എന്തേ, പിരിയാൻ തോന്നില്ലേടി? നീ കുറച്ചു കാലം കൂടി വെയിറ്റ് ചെയ്യ്, ഇറങ്ങിക്കോ. എന്താ? ഇനിയും ഇറങ്ങാൻ നിൽക്കുന്നവളെ അവൻ കൈ പിടിച്ച് തടഞ്ഞു. ഞാനിനി കാത്തിരിക്കണ്ടേ? അതിന് അതോ, ചൂടോടെ ഒരു ഉമ്മന്നേ. അയ്യ വിട്ടെ, ആരും കാണും. ഇല്ലടി, അല്ലെങ്കിൽ നീ പോവില്ല. നീച്ച് ചുറ്റും നോക്കി അവന്റെ കവിളിലൊന്ന് മുത്തി. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മോളെ, കിച്ചുമോൻ പോയോ? ആമ്മ, എന്തോ വർക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാ മോളിൽ നിന്ന് ഫ്രഷ് ആവ്. ദിവസങ്ങൾ ഓടി മറഞ്ഞു. ഈ അമ്മ എഴുന്നേൽക്ക്. ചേച്ചിയോ? ചേച്ചി എന്താ ഇവിടെ? അതൊന്നും പറയല്ല, നീ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആയി ഡ്രസ്സ് ഇട്ട് വാ. അമ്മു ഡ്രസ്സ് ഇട്ട് വന്നു നീച്ചവളുടെ കയ്യിലേക്ക് ട്രേ നീട്ടി. ചെല്ല്, നിന്നെ കാണാമെന്നവർക്ക് കൊടുക്ക്. ചേച്ചി, എനിക്ക് വേറെ ആളെ ഇഷ്ടം. അതൊന്നും പറയാൻ നേരില്ല, നീ ചെല്ല്. അമ്മുവിന്റെ കണ്ണ് നിറഞ്ഞു. അവൾ ട്രേയുമായി അകത്തേക്ക് ചെന്നു. കുട്ടിയെ ഇഷ്ടമായോ? കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടാവാം. അവൾ മുഖം പൊക്കണ്ടേ? മോളെ, അമ്മുവിന്റെ അച്ഛൻ വിളിച്ചവും അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ തന്നെ കണ്ണെടുക്കാൻ നോക്കുന്ന സച്ചി ഒരു ഞെട്ടലോടെ നോക്കി. ഞാൻ നിന്നെ പെണ്ണാണാൻ വരുമ്പോ എനിക്ക് അച്ഛനും അമ്മയും വേണത്രേ. ഞാൻ എൻ്റെ ഫ്ലാറ്റിലുള്ളവരെ ഒപ്പിച്ചു. അല്ല പിന്നെ. മോളെ, എനിക്ക് സാരി ഇട്ടിട്ട് ഇരിക്കാൻ വയ്യ. ഒരു ഷർട്ടും പെണ്ണ് കിട്ടുമോ? അവന് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്തെ ഫ്ലാറ്റിലെ റീൽ കണ്ണാപ്പി അല്ല കണ്ണൻ. അമ്മേ, ഇവന്റെ മുണ്ടും ഷർട്ടും കൊടുത്തേ. എന്തായാലും എൻ്റെ മരുമോൻ ഒപ്പിച്ച പണിയുള്ള നിനക്ക് ഇവിടെ തന്നെ കെട്ടിച്ചേരാം. അത് മതിച്ചാ, അത് മാത്രം മതി. സച്ചി അമ്മുവിനെ നോക്കി. അവളുടെ ചുവന്ന കവൾ കണ്ടത് അവനെ ചിരിച്ചു. എന്നാ പിന്നെ എല്ലാം അങ്ങോട്ട് ഉറപ്പിക്കാല്ലേ വേണേ? അങ്ങനെ ആവട്ടെ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കല്യാണം വന്നെത്തി. അങ്ങനെ പറഞ്ഞു പറഞ്ഞ കല്യാണം എത്തി. പൊടി, നീച്ചു നാണത്താൽ പറഞ്ഞു. അയ്യോ, ഞങ്ങളുടെ നിച്ചുവിന് നാണോ? എടാ കിച്ചു, നമ്മൾ രണ്ടുപേരും നമ്മളെ പെണ്ണിനെ നോക്കിന്നാലേ കരിയായി പോവും. ജീവിതകാലം മുഴുവൻ വേണം. താലവുമായി വരുന്ന അവരുടെ പെണ്ണിനെ വായി നോക്കുന്ന കാര്യമാണ് രണ്ടും വിളമ്പുന്നത്. പോടാ, ചുമ്മാ വെറുതെ. നീച്ചു അമ്മുവരുടെ ഇടം വരെ വരുന്നു. താലിയാർത്തിലും ഫോട്ടോ സെഷനും കഴിഞ്ഞപ്പോൾ നീച്ചു അമ്മുവിനെ തോണ്ടി. എന്താ ചേച്ചി? എന്റെ വയറ്റീന്ന് എന്തൊക്കെയോ കേൾക്കാത്ത ശബ്ദങ്ങള് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. വാ, നമുക്ക് മുങ്ങിയാലോ? എങ്ങനെ ചേച്ചി? നീ വാ. നീച്ചു അവളെയും പിടിച്ച് ഫുഡ് സെക്ഷനിലേക്ക് ചെന്നു. വയറ് നിറഞ്ഞു. എന്റെ പൊന്നമ്മു, ഒന്ന് മെല്ലെ ഏമ്പക്കം വിട്. ചേച്ചി, എനിക്ക് ഇപ്പോഴാ ആശ്വാസമായത്. നിങ്ങളല്ലേ വധുക്കള്? അതെ, നിങ്ങളെ വിളിക്കുന്നുണ്ട്. വാ മോളെ. എന്താ അമ്മ? പോവാൻ നേരായി, കുറച്ച് കരയണ്ടേ? സാരി തലപ്പ് കണ്ണിലേക്കിട്ട് സന്ധിനി ചോദിച്ചു. വല്ലാത്ത അഭിനയം തന്നെ, ഒന്ന് മാറിക്കേ. നീച്ചോര പാടെ തള്ളി. അമ്മു. അവൾ അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേട്ടാ, ഒന്ന് ചെരിഞ്ഞെന്ന് ഫോട്ടോ എടുത്തോ, എന്നാലേ കരയുന്ന നേരെ കാണാൻ പറ്റൂ. അല്ലേ അമ്മു? അതെ അതെ. ക്യാമറാമാൻ കഷ്ടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് നീച്ചു പറഞ്ഞു. ക്യാമറാമാന് ഇവറ്റങ്ങളിൽ ഇത് ഏത് അന്യഗ്രഹ ജീവികളെന്ന മുഖഭാവും. പക്ഷെ ആ പിടുത്തത്തിൽ രണ്ടുപേരും കരഞ്ഞിരുന്നു. കാറിൽ കയറാൻ നേരം നീച്ചു കിച്ചുവിനെ തടഞ്ഞു. നിക്ക്, കാറി പോണ്ട, നിങ്ങളുടെ ബുള്ളറ്റിൽ പോവാ. എന്ത്? പിന്നെ കേട്ടിട്ടില്ലേ, നിങ്ങൾ എന്നെ ആദ്യം ചീത്ത പറഞ്ഞ് കയറ്റിയപ്പോ തന്നെ നോക്കി വെച്ചാ കെട്ടിക്കൊണ്ടുപോകുമ്പോ ഇതിൽ പോണെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ പെണ്ണിനെ സ്പ്ലെൻഡറിൽ കൊണ്ടുപോകും. വാമു. അങ്ങനെ വലുതുകാരി വെച്ച് നീച്ചു ബുള്ളറ്റിൽ കയറി. ഈ 2K പിള്ളേരുടെ ഓരോ കോപ്രായങ്ങളെ അതിലുള്ളൊരു കാരണവർ പറഞ്ഞതും നീച്ചു ഒന്ന് ചിരിച്ചു. ഈ വൈബ് നിങ്ങളെപ്പോലുള്ള തന്ത വൈബുള്ളവർക്ക് മനസ്സിലാവില്ല. ആളവനെ ചുറ്റിപ്പിടിച്ച് അവന്റെ പുറത്തേക്ക് ചാരിയിരുന്നു. വഴിയുള്ളവർ മൊത്തം ഒരു അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. പെണ്ണെ, എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്.
എന്തേ നമ്മളല്ലേ പോകുന്നത്? അല്ലെങ്കിലും ബുള്ളറ്റ് ഒരു വികാരല്ലേ. മോളെ വലതുകാലം വെച്ച് കയറിക്കോ. ആൾ വിളക്കുമായി പൂജാമുറിയിൽ കയറി. എല്ലാവരും സംസാരിച്ച് സമയം കഴിഞ്ഞു. ഫ്ലാറ്റിൽ ആരും ഇല്ലാത്തതുകൊണ്ട് സച്ചിക്ക് ഇവിടെ ജോലി സെറ്റാവുന്നവരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പിന്നെ പാലൊന്നുമില്ല, നേരെ പോയിക്കോ എന്നും പറഞ്ഞ് സാന്ദ്ര തടി തപ്പി. പാലിന് വില കൂടിയെന്നാ കേട്ടത്. നീച്ചു കിച്ചുവിന്റെ മുറിയിലേക്ക് പതിയെ കയറി വാതിലടച്ചു. ചുറ്റും നോക്കി ആരില്ലെന്ന് കണ്ടതും അവളൊന്ന് വിശ്വസിച്ചു. പെട്ടെന്ന് അവളുടെ ഇടുപ്പിലൂടെ കൈമുറുകുന്ന അവൾ അറിഞ്ഞു. എന്താണ് ഈ ഒരു ഒളിച്ചുകളി? ഒന്നുമില്ല. നിനക്ക് വിൽക്കും വന്നോടി? ഒരു വല്ലാത്ത ബാതിൽ ചോദിക്കുന്നത് നോക്കി അവൾ ഉമിനീരിറക്കി. അവൻ അവളെ പൊക്കി ബെഡിലേക്ക് ഇട്ടു. സമ്മതം എന്നോണം അവളെ നോക്കി അവൾ ഉയർന്നു വന്ന് അവനെ നെറ്റിയിൽ മുത്തി. ആ രാത്രി അവർ പരസ്പരം സ്നേഹിച്ചും സ്നേഹം കൊടുത്തും നിദ്രയെ പുൽകി. രാവിലെ എഴുന്നേറ്റതും തന്റെ നെഞ്ചിൽ പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങിയുറങ്ങുന്നവനെ അവളൊന്ന് നോക്കി. പോലീസാറേ, അവൾ നീട്ടി വിളിച്ചു. അവൻ പതിയെ കണ്ണുകൾ തുറന്നു. എന്താടി? കുറച്ചുകൂടെ ഉറങ്ങട്ടെ. എഴുന്നേൽക്ക്, കുറെ ദിവസമായാലും പോലീസ് യൂണിഫോം പട്ടം കിട്ടിയിട്ട്. അപ്പം മോൻ റെഡിയാവും. അവളവനെ അടത്തി മാറ്റി. ഞാൻ കോളേജിൽ പോട്ടെ? പോക്കോ, ഞാൻ കൊണ്ടുപോയി തരാം. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. ഇന്ന് തന്നെ കോളേജിൽ പോകണോ ഇശു? പിന്നെ ലാസ്റ്റ് സമയം ആവറായി, അപ്പൊ പോയേ തീരൂ. വാ കേറ്. അതെ, ഒന്ന് ചിരിച്ചേ. എന്തേ? അന്ന് ബുള്ളറ്റ് കയറിയപ്പോൾ ചിരിക്കാൻ എന്തൊരു ചാടിയായിരുന്നു. അവൻ മനോഹരമായി ചിരിച്ചു. ആ അങ്ങനെ തന്നെ. സുന്ദരിയായാലും പുതുപ്പെണ്ണ്. നമ്മുടെ ഭാവയ്ക്ക് എപ്പോഴാണോ പൂക്കുന്നത്? അല്ലേടി കൃതി. എടി ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? നിന്റെ ഭാഗ്യം ആ കൃഷ്ണ സാറില്ലേ നിന്നെ തല്ലിയ അയാൾക്ക് വയറിളക്കം പിടിച്ച് ഹോസ്പിറ്റലാണെന്ന്. പോടി. സത്യം. എടി നീ എങ്ങനെയാ പോകുന്നേ? എന്റെ കെട്ടിയവനും കൊണ്ടുവരാൻ. അല്ലാതെ എന്ത്? ഞങ്ങൾ പോവാ, വീട്ടിലെത്തിട്ട് വിളിക്കണേ. ഹലോ, ഷീസ് ഹിയർ ഇൻ ദി ബസ് സ്റ്റോപ്പ്. ഓക്കെ. ഫോൺ നോക്കിയിരുന്ന അവൾ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് തലവേർത്തി നോക്കി. അവൾ ഫോൺ പോക്കലിട്ട് അവർ നേരെ കൈവീശിയതും അവളുടെ വയറിലേക്ക് കത്തി തുളച്ചേറിയത് ഒപ്പമായിരുന്നു. നിച്ചു! കിച്ചു ബുള്ളറ്റ് താഴെയിട്ട് അവിടെ അടുത്തേക്ക് ഓടി. മോളെ നിച്ചു, എഴുന്നേക്കടാ! അവൻ ഇടർച്ചയുള്ള ശബ്ദത്തോടെ വിളിച്ചു. മടിയിൽ കിടക്കുന്ന തന്റെ പ്രാണനെ അവൻ നെഞ്ചോട് ചേർത്തു. ഹോസ്പിറ്റലെത്തി സ്ട്രക്ചറിൽ കൊണ്ടുപോയി. കിച്ചു ഡാ. തോളിൽ കരസ്പർശം അറിഞ്ഞ അവൻ മുഖമുയർത്തി നോക്കി. സച്ചി അവനെ കരച്ചിലോടെ കെട്ടിപ്പിടിച്ചു. ഐ, എന്താണ് നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സ്ട്രോങ് ആയി നിൽക്കണ്ടേ? എന്റെ പെണ്ണ് അവളെ കുത്തി ചോര നോക്കിയേ. മതിയടാ, നീ എഴുന്നേക്ക്. ഏട്ടാ, ഇത് ഭവ്യേച്ചിയുടെ ബ്രേസ്ലെറ്റ് അല്ലേ? രണ്ടുപേരും കിച്ചുവിന്റെ ഷർട്ടിലേക്ക് നോക്കി. അവന്റെ ബട്ടൺസിൽ കുടുങ്ങിയ ബ്രേസ്ലെറ്റ് ചൂണ്ടി അമ്മു പറഞ്ഞു. അവൻ പതിയെ ആ ബ്രേസ്ലെറ്റ് വേർപ്പെടുത്തി. അതിൽ രാഹുൽ എന്ന് എഴുതിയിരുന്നു. അപ്പൊ ആരാണ് ഇതിന് പിന്നില്? കിച്ചു നോക്കടാ. സച്ചി എന്തോ പറയാമെന്ന് കിച്ചു കണ്ടുകൊണ്ട് അമ്മുവിനെ കാണിച്ചു. അമ്മു, നീ അവിടെ പോയിരുന്നോ? പെട്ടെന്ന് ഡോക്ടർ ICU ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഡോക്ടർ, സി മിസ്റ്റർ, ഇവിടുത്തെ SI അല്ലേ? അതെ, ഷീസ് മൈ വൈഫ്. മിസ്റ്റർ കാർത്തിക്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. മേ ബി എനിത്തിങ് ഹാപ്പൻ. നോ ഡോക്ടർ, എനിക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമോ? മേ ബി ചിലപ്പോൾ നിങ്ങളുടെ സാമീപ്യം അവളുടെ കോൺഷ്യസ് തിരികെ കൊണ്ടുവന്നേക്കാം. അവൻ പതിയെ അകത്തേക്ക് കയറി. അവിടെ യന്ത്രങ്ങളുടെ സഹായത്തിൽ ശ്വസിക്കുന്നവളുടെ അടുത്തേക്ക് അവൻ നടന്നു. അവനടുത്ത് പതിയെ ഇരുന്നു. അവളുടെ കൈ പതിയെ തൻ്റേതുമായി കോർത്ത് അതിലൊന്ന് ചുംബിച്ചു. ജീവിച്ച് കൊതിയിരുന്നതിന് മുമ്പ് നീ പോവാണോ പെണ്ണേ? ഇനിയും ജീവിക്കണമെന്ന് എനിക്ക് ഈ കാർത്തിയുടെ പെണ്ണായിട്ട്. നീ ഇല്ലെങ്കിൽ ഈ കാർത്തിയില്ല. അവന്റെ കണ്ണിലെ കണ്ണുനീർ അവളുടെ കയ്യിലേക്ക് സ്പർശിച്ചതും അവളുടെ കണ്ണുകൾ ചലിച്ചു. അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. സായിയേട്ടാ. അവൻ ചാടി എഴുന്നേറ്റു. അതെ പെണ്ണേ, ഞാൻ തന്നെയാ നിന്റെ സായിയേട്ടൻ. ഡോക്ടർ, എന്റെ പെണ്ണ്. ഇനി താങ്കൾ പുറത്തു പോകും, ഞങ്ങൾ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. എടാ കിച്ചു, എന്താടാ? അവള് കണ്ടുവരുന്നടാ. അതാടാ ആത്മാർത്ഥ സ്നേഹം. അതിനുമ്പിൽ മരണം വരെ തോറ്റുപോകും. അപ്പൊ എങ്ങനെയാ തുടങ്ങില്ലേ സച്ചി? ഒരു കൊലച്ചിരിയോടെ കിച്ചുവിനെ നോക്കി. അതിന് വന്യമായൊരു പുഞ്ചിരിയായിരുന്നു മറുപടി. ഗോകുൽ, ഞാൻ പറഞ്ഞ റെഡിയല്ലേ? യെസ് ബ്രോ, നീ വന്നാ മതി. ഞങ്ങൾ അയച്ചു വിടറോ? വീടാം, പക്ഷെ ആള് വരാനുണ്ട്. ഞങ്ങൾ എന്തിനാ കൊണ്ടുവന്നേക്കുന്നത്? അത് ഞാൻ പറഞ്ഞാൽ മതിയോ ഭവ്യ രാഹുലിന്? ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞ് രണ്ടുപേരുടെയും ശരീരം വെട്ടിവറച്ചു. പുരുഷന്മാരെ വളച്ച് കുപ്പിയിലാക്കി അവരെ കൊന്ന് അവരുടെ അവയവങ്ങൾ വിൽക്കുന്നു. പെണ്ണുങ്ങളെ മയക്കി വേശ്യാലയത്തിൽ വിൽക്കുന്നു. ഇതല്ലായിരുന്നല്ലോ ഇത്രയും കാലം ജോലി. അവർ രണ്ടുപേരും ഞെട്ടി അവരെ നോക്കി. എങ്ങനെയെന്നാവില്ലേ? ഒരു IPS ഓഫീസർ ആൻഡ് SI. ഒരു IPS ഓഫീസറോടാണോ ഈ ചോദ്യം? ബൈ ദ ബൈ, ഇനി എന്റെ പെണ്ണിനെ വേദനിപ്പിച്ചുള്ള ശിക്ഷ. ഗോകുൽ, ക്യാച്ച് ഇറ്റ് മാൻ. ഗോകുൽ ബ്ലേഡ് എടുത്ത് അവർ നേരെ എറിഞ്ഞു. കിച്ചു ബ്ലേഡ് ഇറക്കി ഭവിയുടെ കയ്യിൽ വരഞ്ഞു. അലറടി അലറ്, എന്റെ പെണ്ണ് എത്ര വേദനിച്ചിട്ടുണ്ടാവും. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു. ഗോകുൽ, ക്യാച്ച്. മുളക് പൊടി വേണ്ട, വേണ്ട. ഗോകുൽ. യെസ് കിച്ചു, കത്തിച്ചേക്ക്. ഓക്കെ. എടാ കിച്ചു. ഗോകുലെ, താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. എനിക്ക് നിന്റെ ഹൃദയം കീഴടക്കി ആ പെണ്ണിനെ കാണണം. പോടാ. 2 ആഴ്ചയ്ക്ക് ശേഷം ആള് വീട്ടിലേക്ക് മാറ്റി. അവളുടെ കാര്യമെല്ലാം നോക്കിയിരുന്ന കിച്ചു ആയിരുന്നു. 1 മാസമായപ്പോൾ അവൾ പൂർണ്ണമായും മാറി.
പിറ്റേ ദിവസം അവളുമായി അവൻ കാശ്മീരിലേക്ക് തിരിച്ചു. ഒരു മലമുകളിൽ വണ്ടി നിർത്തി അവൻ താഴേക്ക് നോക്കി വിളിച്ചു പോയി, ഐ ലവ് യു നിത്യ, ലവ് യു ടു സായേട്ടാ. തണുപ്പിനെ ചെറുക്കാൻ ഇരുവരും പരസ്പരം പുണർന്നു. അവിടെ അവരുടെ പ്രണയത്തിന്റെ താളുകൾ എഴുതി തുടങ്ങുമ്പോൾ ഗോകുലും വൈശോയുടെ പ്രണയത്തിന്റെ പട്ടങ്ങൾ ആകാശത്ത് പറത്തുന്ന തിരക്കിലായിരുന്നു.